ഉഹദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും നബി അവർക്ക് മുന്നോട്ട് വെച്ച ആദ്യത്തെ അഭിപ്രായം എന്തായിരുന്നു? നമ്മൾ മദീനയിൽ നിന്ന് പുറത്തിറങ്ങേണ്ടതില്ല, മറിച്ച് മദീനയിൽ തന്നെ കഴിയാം, അവരിങ്ങോട്ട് വരട്ടെ, മുശ്രിക്കുകൾ ഇങ്ങോട്ട് വരട്ടെ. മദീനയുടെ ഉള്ളിലേക്ക് കടന്നാൽ നമുക്ക് മദീനയിലെ ഇടവഴികളും വീടുകളും മറ്റുമൊക്കെ ഉള്ളതുകൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല, 4 ഭാഗത്തു നിന്ന് അവരെ ആക്രമിച്ചാൽ അവർ പരാജയപ്പെടും എന്ന അഭിപ്രായമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് വെച്ചത്. പക്ഷേ ബദറിൽ പങ്കെടുക്കാതിരുന്ന പലരും ഉണ്ടായിരുന്നു അവിടെ. അവർ പറഞ്ഞു, നബി അത് വേണ്ട, ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാം, മദീനയിലേക്ക് അവരെ കടക്കാൻ നമുക്ക് അനുവദിക്കേണ്ട, അങ്ങോട്ട് ചെന്ന് യുദ്ധം ചെയ്യും. കാരണം അവർക്ക് ബദറിൽ പങ്കെടുക്കാത്ത ആ നഷ്ടബോധമുണ്ടായിരുന്നു. അങ്ങോട്ട് ചെല്ലാം എന്ന് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ ആ അഭിപ്രായം പറഞ്ഞു. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒടുവിൽ അവരുടെ ആ അഭിപ്രായത്തിന് വഴങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിനകത്ത് കയറി പടയങ്കി അണിഞ്ഞു തിരിച്ചു വന്നു. നബി ഉള്ളിലേക്ക് പോയപ്പോൾ ആളുകൾക്കിടയിൽ ചർച്ചയായി. ഉഹുദിൽ വെച്ചാണിത്. ആളുകൾ പറഞ്ഞു, നമ്മൾ വെറുതെ നബിയെ നിർബന്ധിച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് കേൾക്കുന്നതല്ല ഖൈർ, നബിയുടെ തീരുമാനം എന്തിനാണ് നമ്മൾ മാറ്റിയത്? നമ്മൾ പറഞ്ഞിട്ടാണ് നബി മാറ്റിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പടയങ്കിയാണ് തിരിച്ചു വന്നപ്പോൾ അവർ പറഞ്ഞു, നബിയെ അങ്ങ് പറഞ്ഞതുപോലെ തന്നെ നടക്കട്ടെ, അവരിങ്ങോട്ട് വന്നോട്ടെ, പുറത്തിറങ്ങണ്ട. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു നബിക്ക് പടച്ചട്ട അണിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പിന്മാറാൻ പാടില്ല. പടച്ചട്ട അണിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു നബി പിന്മാറാൻ പാടില്ല, പുറപ്പെടുക. അങ്ങനെയാണ് ഉഹദിലേക്ക് അവർ പുറപ്പെട്ടത്. സുബ്ഹാനല്ലാഹ്, എന്ത് സംഭവിച്ചു? മുസ്ലിമീങ്ങൾക്ക് വലിയ നഷ്ടമുണ്ടായി. നോക്കൂ നിങ്ങൾ, കാരണം ദർറും നഫഉ, ഉപകാരവും ഉപദ്രവങ്ങൾ അള്ളാഹുവിൻ്റെ തീരുമാനത്തിലാണ്. ബദരീങ്ങൾ അവരുടെ പേര് എഴുതി തൂക്കിയാൽ അപകടങ്ങൾ ഉണ്ടാവുകയില്ല എന്ന് ചില ആളുകൾ പറയുന്നു. എന്ന് മാത്രമല്ല, പ്രയാസങ്ങൾ ഉണ്ടായാൽ നീ വിളിക്കൂ. ബദർ മൗലിദിൽ നമുക്ക് കാണാം, യാമൻ ബിഹി ഹല്ലർ റജ വമൻ ബിഹമ്മിൻ നകിദ. ആർക്കാണോ ബുദ്ധിമുട്ടുണ്ടായത്, പ്രയാസമുണ്ടായത്, അങ്ങനെ ബുദ്ധിമുട്ടും പ്രയാസവും ഉള്ളവനെ ഖുൽ നാദിയൻ, നീ വിളിച്ചോളൂ, മുസ്തൻജിദൻ, സഹായം തേടിക്കൊണ്ട് വിളിച്ചോളൂ, യാ അഹ്ല ബദ്ർ ശുഹദാ, ഓ ബദർ ശുഹദാക്കളെ എന്ന് വിളിച്ചോളൂ എന്ന് ബദർ മൗലിദുകാരൻ എഴുതി വച്ചിരിക്കുകയാണ്. മുസ്ലിമീങ്ങൾ ബദരീങ്ങളെ പ്രയാസമുണ്ടായി വിളിക്കുകയാണ്. സഹോദരങ്ങൾ, ഇത് ബദരീങ്ങളുടെ വിശ്വാസമല്ല. ബദരീങ്ങൾ അള്ളാഹുവിനെ മാത്രമാണ് വിളിച്ചത്. ഇസ്തഗീഥൂന റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗാസ നടത്തിയ സന്ദർഭം. റബ്ബിനോട് മാത്രം ഇസ്തിഗാസ നടത്തിയവരെ ചില ആളുകൾ വിളിച്ച് ഇസ്തിഗാസ നടത്തുന്നു. ഇത് പാടില്ല. ബദരീങ്ങളുടെ ശത്രുക്കളായിരുന്നു അങ്ങനെ ചെയ്തത്. നിങ്ങൾ നോക്കൂ, ഖുർആനിൽ സൂറത്തുൽ അംഫാലിൽ അള്ളാഹു പറയുകയാണ് ആരോട്? ബദറിലെ മുസ്ലിമീങ്ങളുടെ എതിരാളികളായിരുന്ന മുശ്രിക്കുകളെ വിളിച്ചിട്ട് അള്ളാഹു പറയുകയാണ്, ഇൻ തസ്തഫ്തിഹു ഫഖദ് ജാഅകുമുൽ ഫത്ഹ്. നിങ്ങൾ ഈ 2 സംഘങ്ങൾക്കിടയിൽ ഒരു തീരുമാനമുണ്ടാക്കാൻ നിങ്ങൾ തേടിയിരുന്നില്ലേ? ഇതാ തീരുമാനം വന്നിരിക്കുന്നു, തീർപ്പുണ്ടായിരിക്കുന്നു. കാരണം എന്താ? അള്ളാഹു അങ്ങനെ പറയാൻ കാരണം എന്താണ്? മുശ്രിക്കുകൾ ബദറിലേക്ക് പോകുന്നതിന് മുൻപ് കഅബത്തിൻ്റെ അരികിൽ വെച്ച് അബൂജഹലും കൂട്ടർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിരുന്നതാണ്, അള്ളാഹു ഇതിൽ സത്യത്തിൻ്റെ കക്ഷി ഏതാണ് അവരെ വിജയിപ്പിക്കൂ. അള്ളാഹു സത്യത്തിൻ്റെ കക്ഷിയെ വിജയിപ്പിച്ചു. അപ്പം അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിരുന്നു. അവർ അള്ളാഹുവിനെ അറിയാത്ത ആളുകളല്ല, മറിച്ച് അവർക്ക് അള്ളാഹുവിനെ അറിയാം. പിന്നെന്താണ് അവരുടെ തകരാറ്? വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹ് ഇല്ലാ വഹും മുശ്രികൂൻ. അള്ളാഹു പറഞ്ഞു, ജനങ്ങളിൽ അധികം പേരും അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല, അവനിൽ പങ്കു ചേർത്തുകൊണ്ടല്ലാതെ. അള്ളാഹു ഉണ്ട്, അവനാണെല്ലാം തരുന്നത്, ആകാശഭൂമികളെ പടച്ചത്, നമ്മളെ സൃഷ്ടിച്ചത്, മഴ പെയ്യിക്കുന്നത്, ജീവിപ്പിക്കുന്നത്, മരിപ്പിക്കുന്നത്, ഇതൊക്കെ അവർക്കറിയാം. അതിലൊന്നും അവർക്ക് യാതൊരു തർക്കവുമില്ല. പിന്നെന്താണ് അവരുടെ പ്രശ്നം? അവർ അങ്ങോട്ട് കൊടുക്കേണ്ട ഇബാദത്തിൽ അള്ളാഹുവിന് നൽകേണ്ടത്, അള്ളാഹുവിന് മാത്രം നൽകേണ്ടത് അള്ളാഹുവിന് നൽകും, അല്ലാത്തവർക്കും നൽകും. അതിന് പല ന്യായങ്ങൾ പറയും. ഇവർ ഞങ്ങളുടെ ശുപാർശക്കാരാണ്, ഞങ്ങൾ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്നവരാണ് എന്നല്ല. അപ്പോൾ ഇത് ബദറിലെ സുപ്രധാനമായ പാഠമാണ്. തൗഹീദിന് വേണ്ടിയാണ് ബദറുണ്ടായത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന് വേണ്ടിയാണ് ബദറുണ്ടായത്. അതായിരുന്നു അവർ തമ്മിലുള്ള തർക്കം. എന്നിട്ട് നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒഴിവാക്കി അള്ളാഹു അല്ലാത്തവർ വിളിച്ച് പ്രാർത്ഥിച്ച് ഏത് ബദരീങ്ങളോട് സ്നേഹമാണ് അവകാശപ്പെടുന്നത്? ശരിയല്ല, വളരെ തെറ്റാണ്.